ലേണിംഗ് പ്രിറ്റി മിസ് ആണ്. സോ 40 മാർക്ക് തന്നെ വാങ്ങി നമ്മൾ എന്ത് ചെയ്യണം? എയിം ചെയ്യണം. നമ്മുടെ മോഡൽ എക്സാമിനും ആനുവൽ എക്സാമിനും അത് ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? ബയോളജി പഠിക്കാറുള്ളൂ. അതിൽ ഏത് ലൈവും ഏത് ക്വസ്റ്റ്യൻസും ഏത് വീഡിയോ എടുത്താലും നമ്മൾ അത് മാത്രം എയിം ചെയ്താണ് പഠിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത് എല്ലാ പരീക്ഷയിലും പോലെ തന്നെ ഏറ്റവും സൂപ്പർ ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യേണ്ട, ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു 20-25 മിനിറ്റിൽ 40 മാർക്ക് വാങ്ങാൻ നിങ്ങളെ തയ്യാറാക്കാനാണ് മിസ് വന്നിട്ടുള്ളത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ വളരെ ഷുവർ ആണ്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ വൈകുന്നേരത്തെ മാരത്തോണിലും കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് 5 മണിക്ക് തന്നെ നമ്മുടെ ലൈവിലേക്ക് വരണം. ബയോളജി ഫുള്ള് സെറ്റാക്കാൻ ഞങ്ങൾ രണ്ടാളും പക്ക റെഡിയാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. വിച്ച് പാർട്ട് ഓഫ് ഐ കണ്ടെയ്ൻസ് പിഗ്മെന്റ് മെലനിൻ ആൻഡ് റെഗുലേറ്റ് ദ സൈസ് ഓഫ് പ്യൂപ്പിൾ? കണ്ണിലെ ഏത് ഭാഗമാണ് മെലാനിൻ പിഗ്മെന്റ് ഉൾക്കൊള്ളുന്നതും പ്യൂപ്പിളിന്റെ വലിപ്പം നിയന്ത്രിക്കുന്നതും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മെലാനിൻ കാണുന്നത് എവിടെയാണ്? നമ്മുടെ ഐറിസിലാണ്. അതാണ് നമുക്ക് പല നിറത്തിൽ നമ്മുടെ കണ്ണ് കാണാനായിട്ട് സാധിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് പ്ലാന്റ് ഹോർമോൺസ് വിത്ത് ദെയർ ഫങ്ഷൻസ്. ഹോർമോൺ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എത്തലീൻ, ജിബെറൽ, സൈറ്റോകൈൻ. സൈറ്റോകൈൻ എന്തിനു വേണ്ടിയിട്ട്? സെൽ ഡിവിഷൻ. ജിബെറൽ എന്ത് പറയുന്നു? ബ്രേക്കിംഗ് സീഡ് ഡോർമൻസി. എത്തലീൻ ഫ്രൂട്ട് റൈപ്പനിങ്ങിനാണ്. സോ നമുക്ക് R1 ആണ് വരുന്നത്, Q3 ആൻഡ് P2 ആണ് വരുന്നത്. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Auxins accumulate in the shaded side of plant stem. Cells elongate more on the shaded side. Name the phenomena. ഒരു സസ്യത്തിന്റെ തണ്ടിലുള്ള തണലുള്ള ഭാഗത്ത് ഓക്സിനുകൾ അടിഞ്ഞുകൂടുന്നു, തണലുള്ള ഭാഗത്ത് കോശങ്ങൾ കൂടുതൽ നീളം കൂടുന്നു. ഈ പ്രതിഭാസത്തിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ട്രോപ്പിക് മൂവ്മെന്റ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ജിയോട്രോപിസം, ഫോട്ടോട്രോപിസം ഒക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഹോർമോണിന്റെ ലെവലും എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്സിൻ കാരണം അവിടെ സൂര്യൻ കാണുന്ന ഭാഗത്തേക്ക് പ്ലാന്റ് ബെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നത് എന്താ? ഫോട്ടോട്രോപ്പിസം എന്നാണ്. ഫോട്ടോട്രോപ്പിസം എന്നാണ്. ഈ ഒരു ഡയഗ്രം നിങ്ങൾ നല്ലോണം തന്നെ ശ്രദ്ധിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് RBC ആണ്, നോർമൽ RBC. ഇവിടെ തന്നിട്ടുള്ളത് ഡിഫോംഡ് RBC ആണ്. അതായത് വളഞ്ഞിട്ടുള്ള, എന്തോ പ്രശ്നം പറ്റിയിട്ടുള്ള RBC ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം തന്നിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ രോഗാവസ്ഥ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇത് ഏതാണെന്ന്. ഇത് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ ആണ് അല്ലെ? ഇത് പഠിച്ചു വെക്കണം. ഇത് സിക്കിൾ സെൽ അനീമിയ ആണ്. ഒരു ഹെറിഡിറ്ററി ഡിസീസ് ആണ്, പാരമ്പര്യ രോഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സിക്കിൾ സെൽ അനീമിയ. ഈ പാരമ്പര്യ രോഗത്തിന്റെ പ്രത്യേകത എന്താ? ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ജീനിന്റെ ഡിഫക്റ്റ് മൂലം ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു? ഡിഫോമിറ്റി ഉണ്ടാകുന്നു. ആ ഒരു ചേഞ്ചസ്, ഹീമോഗ്ലോബിന്റെ ഘടനയ്ക്കുള്ള മാറ്റം RBCയിലെ ഘടനയ്ക്ക് മാറ്റം വരുന്നു. അങ്ങനെ RBC എന്ത് ചെയ്യുന്നു? വളഞ്ഞ അരിവാള് പോലെ ആകുന്നു. ഓക്സിജന്റെ വാഹകശേഷി കുറയുന്നു. അതുവഴി നമുക്ക് എന്ത് ചെയ്യും? ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതാവുന്നു, ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റാതാവുന്നു. അങ്ങനെ നമ്മൾ അനീമിക് ആവുന്നു. അതാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അരിവാൾ രോഗം എന്ന് മറ്റൊരു പേരും കൂടെ. ഇനി ബ്ലഡ് ഗ്രൂപ്പ് വെച്ചും നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ ചാപ്റ്ററിൽ, ആരോഗ്യവും പ്രതിരോധ സംരക്ഷണം എന്ന ചാപ്റ്ററിൽ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിൽ നല്ല വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ തന്നിട്ടുള്ളത് എന്താ? ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവ് ആണ്. ഈ ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവ് ആണ്. അതായത് പോസിറ്റീവും B ആന്റിജനും ആണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം ആന്റിജൻ Bയും ഉണ്ട്, ആന്റിജൻ Dയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആന്റിബോഡി എന്ന് പറയുന്നത് ഏതാണ്? സ്മോൾ a ആയിരിക്കും ആന്റിബോഡി ആയിട്ട് വരുന്നത്. ഒരു രക്തഗ്രൂപ്പ് തന്നാലോ അല്ലെങ്കിൽ ആന്റിജൻ തന്നാലോ അതുമായി ബന്ധപ്പെട്ട രക്തഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി, RH ഫാക്ടർ, ഇതൊക്കെ അനലൈസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. Electrical impulses are essential for communication between different parts of the body. What is a receptor? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് വൈദ്യുത ആവേഗങ്ങൾ ആവശ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലും ഇമ്പൾസിനെ പറ്റി പഠിക്കുന്നുണ്ട്, 3ാമത്തെ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. What is a receptor? Explain how a receptor initiates an impulse when a stimulus is received. ഒരു റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് അല്ലെങ്കിൽ നെർവ് എൻഡിങ് ആണ്. നമ്മുടെ കയ്യില്, കണ്ണില്, മൂക്കില് ഒക്കെ നമുക്ക് എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് സെൽ ഓർ നെർവ് എൻഡിങ് ഡിറ്റക്ട് എ സ്റ്റിമുലസ്. ഒരു റിസപ്റ്റർ എന്നത് ഒരു ഉത്തേജനത്തെ കണ്ടെത്തുന്ന ഒരു പ്രത്യേക കോശം അല്ലെങ്കിൽ നാഡിയുടെ അറ്റമായിട്ട് നമുക്ക് പറയാം. ദ റിസപ്റ്റർ ജനറേറ്റ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ, ഇമ്പൾസ് ബിഗിൻസ് ഇൻ സെൻസറി ന്യൂറോൺ. റിസപ്റ്റർ പൊട്ടൻഷ്യലും ആക്ഷൻ പൊട്ടൻഷ്യലും എൻ്റെ മക്കൾ മറന്നു പോകരുത്. ബിഹൈൻഡ് സെൻസേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചൂട് നമ്മുടെ കയ്യിൽ തട്ടുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ടെമ്പറേച്ചറിനെ സ്വീകരിക്കുന്ന റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അവിടെയാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത്. അവിടെ ഇമ്പൾസ് ആയി മാറിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? ന്യൂറോൺ ഏറ്റെടുത്തു. അങ്ങനെ അതെന്തായി? അത്
ആക്ഷൻ പൊട്ടൻഷ്യലായി എന്നിട്ടാണ് അത് സെൻസറി ന്യൂറോൺ വഴി നമ്മുടെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ ഇത് കൊണ്ടുപോകുന്നത്. സോ ഓർത്ത് വെക്കണം, ആദ്യം എന്താണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ, പിന്നെ ആക്ഷൻ പൊട്ടൻഷ്യൽ, പിന്നെയാണ് അത് സെൻസറി ന്യൂറോൺ കൊണ്ടുപോകുന്നത്. അപ്പോൾ 2 ചാപ്റ്ററിലും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ചോദ്യം വന്നിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ജെനറ്റിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രോസ് ബിറ്റ്വീൻ എ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ് കണ്ടക്ടഡ് ബൈ ഗ്രിഗർ മെന്റൽ ഇസ് ഇല്ലസ്ട്രേറ്റഡ് ബിലോ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ളത് റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ആണ്. റൈറ്റ് ദ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് ആണ്. ജെനറ്റിക്സിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഓർ ഓപ്ഷൻ ആയിട്ട് ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ചെറിയ മാർക്കിനെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ഉറപ്പിക്കണം. കാരണം ആദ്യത്തെ ചാപ്റ്ററിന് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നോക്കി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. F1 ഉണ്ടാവുന്നത് എന്താണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. എന്തായിരിക്കും ഫീനോടൈപ്പ്? റൗണ്ട് ആയിരിക്കും അല്ലെ? റെഡ് ആയിരിക്കും, ചുവന്ന പൂക്കളായിരിക്കും. ബട്ട് ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും. ഓക്കെ. F1 വെളുത്ത പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന മാതൃസസ്യം തമ്മിലുള്ള വർഗ്ഗസങ്കരണം വിശദീകരിക്കുക. ഓക്കെ, ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലസ്ട്രേറ്റ് ദ ക്രോസ് ബിറ്റ്വീൻ F1, ഈ F1 ആൻഡ് ദ പാരന്റ് പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസ് വൈറ്റ് ഫ്ലവർ. പാരന്റ് പ്ലാന്റ് എന്താണ്? വൈറ്റ് ഫ്ലവർ ആണ്. സോ നമുക്ക് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആറും ഇവിടെ illustrate the cross between F1 plant and the parent plant produce white flower ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഇൻറ്റു ക്യാപിറ്റൽ ആർ ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു സ്മോൾ ആർ വരും. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? ഇങ്ങനെയാണ് നമുക്ക് ജെനറ്റിക് ക്രോസ് കിട്ടുന്നത്. സോ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പൊ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ക്രോസ് എഴുതണം. അപ്പൊ ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ എടുക്കുന്നു. ഗമേറ്റിനെ നമ്മൾ പ്രത്യേകം എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടും കൂടെ നമ്മൾ ഫ്യൂസ് ചെയ്യണം. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പൊ ഇതെന്താണ്? റെഡ് ഫ്ലവർ ആണ്. ഇതെന്താണ്? വൈറ്റ് ഫ്ലവർ ആണ്. ചുവന്ന പൂക്കളുള്ളതും അതുപോലെ നമുക്ക് വെളുത്ത പൂക്കളുള്ളതും കിട്ടും. സോ ക്രോസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ആ ഗ്രാഫ് വരയ്ക്കാനായിട്ട്. അടുത്ത് നോക്കാം. അനലൈസ് ദ സിറ്റുവേഷൻ. എ ചൈൽഡ് ഷോസ് എക്സസീവ് തേഴ്സ്റ്റ്, ഫ്രീക്വന്റ് യൂറിനേഷൻ ആൻഡ് ഫാറ്റീഗ്. ഐഡന്റിഫൈ ദ കണ്ടീഷൻ. റൈറ്റ് ദ റോൾ ഓഫ് ഗ്ലൂക്കോഗോൺ ഇൻ ഗ്ലൂക്കോസ് റെഗുലേഷൻ. ഒരു കുട്ടിക്ക് അമിതമായ ദാഹം, ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു, ക്ഷീണം, തളർച്ചയൊക്കെ ഉണ്ടാവുന്നു. അവസ്ഥ തിരിച്ചറിയുക. ഗ്ലൂക്കോസ് നിയന്ത്രണത്തിൽ ഗ്ലൂക്കോണിന്റെ പങ്ക് എഴുതണം. ഈ സിംറ്റം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ്? പ്രമേഹമാണ്. ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഗ്ലൂക്കോഗോൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ബൈ ബ്രേക്കിംഗ് ഡൗൺ ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആണ് അല്ലെ? കരളിൽ ഗ്ലൈക്കോജനെ വിഘടിച്ച് ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യുന്നു? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത് പ്രോസസ്സ് പഠിച്ചു വെക്കാം. അടുത്ത് നോക്കിക്കേ, നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ആൻസർ ദ ക്വസ്റ്റ്യൻ ബൈ അനലൈസിംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. DNA ഫിംഗർ പ്രിന്റിംഗ് ഇസ് എ ടെക്നോളജി യൂസ്ഡ് ടു ഐഡന്റിഫൈ ഇൻഡിവിജ്വൽ ബൈ അനലൈസിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഹൗ ക്യാൻ ഇൻഡിവിജ്വൽസ് ബി ഐഡന്റിഫൈഡ് യൂസിംഗ് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി? റൈറ്റ് ആർ ദ 2 യൂസസ് ഓഫ് ദിസ് ടെക്നോളജി. DNA ഫിംഗർ പ്രിന്റിംഗിന്റെ സാങ്കേതിക വിദ്യയിൽ എങ്ങനെയാണ് വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയുന്നത്? ഈ സാങ്കേതിക വിദ്യയുടെ മറ്റ് 2 ഉപയോഗങ്ങൾ ഏതാനാണ്? അപ്പൊ ഫിംഗർ പ്രിന്റ്സ് നമുക്കറിയാം, നമ്മുടെ കയ്യിലെ ഫിംഗർ പ്രിന്റ് പോലെ തന്നെയാണ് DNA ഫിംഗർ പ്രിന്റും. വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ ഈച്ച് പേഴ്സൺ ഓൾസോ വേരി. ദിസ് പെക്യുലാരിറ്റി ഹെൽപ്സ് ടു ഐഡന്റിഫൈ ഇൻഡിവിജ്വൽ. അപ്പം ഓരോരുത്തരുടെയും DNA അലൈൻമെന്റ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അതിന്റെ ന്യൂക്ലിയോടൈഡുകൾ ക്രമീകരണം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള DNA നമുക്ക് കാണാം. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്തിനൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ടു ഐഡന്റിഫൈ കൾപ്രിറ്റ്സ്, കുറ്റവാളികളെ തിരിച്ചറിയാനായിട്ട്. ഐഡന്റിഫൈ ജെനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് ഹെറിഡിറ്ററി ഡിസീസ്, ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാൻ. പാരമ്പര്യ രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ. ഡിറ്റർമൈൻ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരന്റ്സ്, നമ്മുടെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഇത് നിർണ്ണയിക്കാൻ, അവരുടെ ബന്ധം എങ്ങനെയാണെന്ന് നിർണ്ണയിക്കാൻ. അണ്ടർസ്റ്റാൻഡിങ് ലീനേജ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഫോസിലുകൾ തിരിച്ചറിഞ്ഞ് അവരുടെ വർഗ്ഗ പരമ്പര മനസ്സിലാക്കാനും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഐഡന്റിഫൈ വിക്ടിംസ് ഓഫ് ആക്സിഡന്റ്സ് ഓർ ഡിസോർഡേഴ്സ് അല്ലെ ഡിസാസ്റ്റേഴ്സ്, അപകട മരണങ്ങളിലൊക്കെ പെട്ടവരെ തിരിച്ചറിയാനായിട്ട് സഹായിക്കും. ട്രാക്ക് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, വംശനാശ ഭീഷണി വരുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാനും നമുക്ക് ഫിംഗർ പ്രിന്റിംഗ് ഉപയോഗിക്കാം. സോ ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതി വെക്കുക. ഫിംഗർ പ്രിന്റിംഗ് എന്ന് ചോദ്യം വരുന്നതാണ്. The cochlea, which is part of inner ear, is shown in the illustration. Observe it and answer the given question. Which fluid fill the upper and lower chambers? Write the name of part labeled as X. What is the importance of the hearing process? ആന്തരകർണത്തിന്റെ ഭാഗമായ കോക്ലിയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.
ചിത്രീകരണം നിരീക്ഷിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മുകളിലത്തെ അറിയും താഴത്തെ അറിയും നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏത്? എക്സ് എന്ന ഭാഗത്തിന്റെ പേര് എഴുതുക. ശ്രവണ പ്രക്രിയ ഇതിന്റെ പ്രാധാന്യം. എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഓർഗൻ ഓഫ് കോർട്ടി ആണ് അല്ലെ. ആൻഡ് ഇവിടെ മുകളിലത്തെ അറിയിലും താഴത്തെ അറിയിലും ഉറഞ്ഞിരിക്കുന്ന ദ്രാവകം, മുകളിലത്തെയും താഴത്തെയും അറിയിൽ ഏതാണ്? പെരിലിംഫ് ആണ്. രണ്ട് മെമ്പറിന്റെ ഏറ്റവും ഉള്ളിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? എൻഡോലിംഫ് കാണാൻ കഴിയുന്നത്. ആൻഡ് എക്സ് എന്ന് പറയുന്ന ഓർഗൻ ഓഫ് കോർട്ടി, വൈബ്രേഷൻസ് റീച്ച് ഹെയർ സെൽസ് പ്രസന്റ് ഹിയർ ജനറേറ്റ് ഇമ്പൾസസ്. ദീസ് ഇമ്പൾസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ഓഡിറ്ററി നെർവ് റിസൾട്ടിംഗ് ഇൻ സെൻസ് ഓഫ് ഹിയറിംഗ്. അപ്പം ഓർഗൻ ഓഫ് കോർട്ടിയിലുള്ള രോമകോശങ്ങൾ എന്ത് ചെയ്യുന്നു? കമ്പനം ചെയ്യപ്പെടുന്നു. അതുവഴിയാണ് അവിടെ ആവേഗങ്ങൾ ഉണ്ടാകുന്നത്. അത് ശ്രവണ നാഡി വഴി മസ്തിഷ്കത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നത്. സോ ഇന്നർ ഇയറിന്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഈ ഒരു ചിത്രം നമ്മൾ പറഞ്ഞു ഓൾറെഡി തന്നെ, പക്ഷെ ചിത്രം വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഐഡന്റിഫൈ പി സൈഡ് ഓഫ് സ്റ്റെം ഷോയിങ് മോർ ഇലോങ്ങേഷൻ, എക്സ്പ്ലെയിൻ മെക്കാനിസം കോസ് ബെൻഡിങ്, റൈറ്റ് വൺ അഗ്രികൾച്ചർ യൂസ് ഓഫ് സിന്തറ്റിക് ഓക്സിൻ. കാണുന്നുണ്ടല്ലോ? യെസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ബെൻഡിങ് നോക്കണം. ഇതിന് കാരണമാവുന്നത് ആരാണ്? നമ്മുടെ ഓക്സിൻ ആണ് അല്ലെ. ഈ പറയുന്ന പി ഷെയ്ഡഡ് റീജിയൻ, സണ്ണ് ഇല്ലാത്ത ഭാഗം തണ്ടിന്റെ വശം കൂടുതൽ നീളം കാണിക്കുന്നുണ്ട്. തണ്ടിന്റെ തണലുള്ള വശമാണ് ഏത്? ഇവിടെ നമുക്ക് കാണുന്ന ഓക്സിന്റെ ഡിപ്പോസിഷൻ കൂടുന്നത്. ഓക്സിൻ മൂവ് ടു ഷെയ്ഡഡ് സൈഡ്, ഇൻക്രീസ് സെൽ ഇലോങ്ങേഷൻ, ബെൻഡിങ് ഒക്കേഴ്സ്. തണലുള്ള ഭാഗത്താണ് ഓക്സിന്റെ ഡെവലപ്മെന്റ് കൂടുക. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഓക്സിൻ തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് ബെൻഡ് ചെയ്യും. ആൻഡ് സിന്തറ്റിക് ഓക്സിനുകളുടെ കാർഷിക ഉപയോഗം നമ്മൾ യൂസ് ചെയ്യുന്ന റൂട്ടിംഗ് ഹോർമോൺ ആയിട്ടും വീഡിസൈഡ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. ഈ ഒരു സിന്തറ്റിക് ഹോർമോണായിട്ട് സിന്തറ്റിക് ഓക്സിൻ നമ്മൾ വീഡിസൈഡ് ആയിട്ട് കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്ത് ചെയ്യുന്നു? റൂട്ടിംഗ് ഹോർമോണായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് സെൽസ് ഇൻ ദ റെറ്റിന ആർ ഗിവൺ ആസ് ഇൻഡിക്കേറ്റേഴ്സ്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച്. ലെയർ ഓഫ് ഫോട്ടോറിസെപ്റ്റർ, ബൈപോളാർ സെൽ ലെയർ, ഗാംഗ്ലിയോൺ സെൽ ലെയർ. റെറ്റിനയിലെ വിവിധ കോശപാളികൾ സൂചനയിൽ നൽകിയിരിക്കുന്നു. അവ ഓരോന്നിന്റെയും ധർമ്മം എഴുതാനാണ്. അപ്പം ഇവിടെ നമുക്കറിയാം ഫോട്ടോ റിസെപ്റ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങളാണ് അവിടെ ഉദ്ദീപിക്കപ്പെട്ട് എന്തുണ്ടാക്കുന്നു? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ. ആവേഗം ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ ഫോട്ടോ റിസെപ്റ്റർ സെല്ലാണ്. അവിടുന്ന് അതിനെ റിസീവ് ചെയ്ത് ഗാംഗ്ലിയോൺ സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ് ബൈപോളാർ സെൽ. ആ ഒരു ഇമ്പൾസിനെ, ആവേഗത്തെ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഇനി ഗാംഗ്ലിയോൺ സെൽ ലെയർ ആണ് ആവേഗത്തെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. ഒപ്റ്റിക് നെർവ് വഴി പിന്നെ അത് ബ്രെയിനിലേക്ക്, മസ്തിഷ്കത്തിലേക്ക് കൊടുക്കുന്നത് ആരാണ്? ഗാംഗ്ലിയോൺ സെല്ല് ലെയർ ആണ്. സോ ഓരോ ലെയറിന്റെയും ഫംഗ്ഷൻ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. കണ്ടിട്ടുള്ള ചിത്രം മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. ഈ ഒരു ഇല്ലസ്ട്രേഷൻ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യാനാണ്. എ ബി ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്നത് സെൻട്രൽ കനാലാണ്. ബി എന്ന് പറയുന്നത് എന്താണ്? സ്പൈനൽ നെർവ് ആണ്. അതിപ്പോൾ ഡോർസൽ റൂട്ടായിട്ട് നമുക്ക് പറയാം. ഐഡന്റിഫൈ ദ ഫ്ലൂയിഡ് ഇൻ വിച്ച് പാർട്ട് ലേബിൾഡ് ആസ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ. സെൻട്രൽ കനാലിൽ നമ്മൾ കാണുന്ന ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്താ അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ, എലിമിനേറ്റ് വേസ്റ്റ് ഫ്രം സെൻട്രൽ നെർവ് സിസ്റ്റം, റെഗുലേറ്റ് ദ പ്രഷർ, പ്രൊട്ടക്ട് ദ സെൻട്രൽ നെർവ് സിസ്റ്റം ഫ്രം എക്സ്റ്റേണൽ ഫ്ലോ അല്ലെ. അപ്പൊ ഈ പറയുന്ന സെറിബ്രോസ്പൈനൽ ദ്രവമാണ് കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത്, മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു ഒക്കെ ഈ ഒരു സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. ആൻഡ് ബി എന്ന ഭാഗം രൂപപ്പെടുന്നത് എങ്ങനെ? ഇതിന്റെ ധർമ്മം എന്ത്? ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സ്പൈനൽ നെർവ് ഒരു പെരിഫറൽ നെർവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നാണ് സുഷുമ്നാ നാഡി രൂപപ്പെടുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നത് ഉണ്ട്. അതുകൂടാതെ തന്നെ എന്ത് ചെയ്യുന്നു? സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് സുഷുമ്നാ നാഡിയിൽ ഈ പ്രോസസ്സുകളൊക്കെ വർക്ക് ആവുന്നത്. Okay, differentiate between rod cell and cone cell based on the pigment, shape and function. രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. റോഡ് സെല്ല് നമുക്കറിയാം റോഡ് ഷേപ്പ് ആണ്, റെഡോപ്സിൻ പിഗ്മെന്റ് ആണ്. കോൺ സെല്ല് എന്താണ്? ഫോട്ടോപ്സിൻ ആണുള്ളത്. ആൻഡ് കോൺ ഷേപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഷേപ്പ് റോഡും കോണുമാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നതോ റോഡ് സെല്ല് എന്ന് പറയുന്നത് ഡിം ലൈറ്റ്, മങ്ങിയ പ്രകാശത്തിൽ കാണാനാണ് സഹായിക്കുന്നത്. അതേസമയം കോൺ എന്ന് പറയുന്നതോ ബ്രൈറ്റ് ലൈറ്റിലും അതുപോലെ കളർ വിഷൻ, വർണ്ണ കാഴ്ചയ്ക്കും നമ്മളെ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. Okay. P and Q are the hormones regulate the glucose level in the blood. Observe the illustration, answer the question. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണുകളാണ് പി ക്യു എന്നിവ. ചിത്രീകരണം നിരീക്ഷിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. പി എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഏത്? ഈ കോശങ്ങൾ കാണപ്പെടുന്ന ഗ്രന്ഥിയുടെ പേര് എഴുതാം. ഓക്കെ, യെസ്.
ഗ്ലൂക്കോസ് ലെവലാണ്. ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ ആരാണ് അവിടെ ആക്ട് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹോർമോൺ Q ഇൻ റെഗുലേറ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. റൈറ്റ് എനി 2 ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു കൺട്രോൾ ടൈപ്പ് 2 ഡയബറ്റീസ് വിച്ച് ഇസ് കോമൺലി സീൻ ഇൻ ചിൽഡ്രൻ. അപ്പൊ ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് നമുക്കറിയാം ബീറ്റാ സെല്ലും അല്ലെ, ഈ പറയുന്ന ബീറ്റാ സെല്ലും അതുപോലെ തന്നെ പാൻക്രിയാസും ആക്ട് ചെയ്യാണ്. കൺവേർട്ട് ഗ്ലൈക്കോജൻ ഇൻടു ഗ്ലൂക്കോസ് സിന്തസിസ് ഗ്ലൂക്കോസ് ഫ്രം ദി അമിനോ ആസിഡ്. ആൻഡ് ഈ 2 പ്രക്രിയകളാണ് ഓരോ സമയത്ത് നടക്കുന്നത്. രക്തത്തിലെ അളവ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ആര്? ഇൻസുലിൻ എന്ന് പറയുന്നത്. കുറയുമ്പോൾ കൂട്ടാനായിട്ടാണ് ഗ്ലൂക്കോഗോൺ ഉള്ളത്. ഇവർ രണ്ടുപേരും പാരലായിട്ട് പ്രവർത്തിക്കുന്നതിനനുസരിച്ചാണ് ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ആൻഡ് എക്സസൈസ്. ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശീലവും വ്യായാമവും ഉണ്ടെങ്കിലാണ് ടൈപ്പ് 2 ഡയബറ്റീസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക. Analyze the following situation. A gardener sprays synthetic cytokinin on plant. Fruit ripen uniformly after using ethylene. State effect of cytokinin. How does ethylene induce ripening? Give an advantage of synthetic plant hormone. അപ്പോൾ ഒരു എന്താണ് തോട്ടക്കാരൻ സസ്യങ്ങൾ സിന്തറ്റിക് സൈറ്റോകൈൻ തളിക്കുന്നു. എത്തിലീൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ സൈറ്റോകൈനിന്റെ പ്രഭാവം എന്താണെന്ന് എഴുതണം. എത്തിലീൻ എങ്ങനെയാണ് പഴുക്കാൻ സഹായിക്കുന്നത്? സിന്തറ്റിക് ആയിട്ടുള്ള സസ്യ ഹോർമോണുകളുടെ ഗുണവും. സൈറ്റോകൈനിൻ സെൽ ഡിവിഷൻ കൂട്ടുന്നു അല്ലെ, ഏജിങ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഡിവിഷൻ കൂട്ടുന്നതനുസരിച്ച് ഗ്രോത്ത് കൂടും. എത്തിലീൻ എന്ന് പറയുന്നതോ സ്പീഡ് ഓഫ് ദി റൈപ്പണിങ്, പഴങ്ങൾ പെട്ടെന്ന് പഴുക്കാൻ സഹായിക്കാണ്. ക്ലോറോഫിലൊക്കെ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്ത് ടിഷ്യൂസിനെ കുറച്ചുകൂടി സോഫൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അതുകൂടാതെ തന്നെയോ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? യൂണിഫോം ആയിട്ട് എല്ലാം ഒന്നിച്ച് പഴുപ്പിക്കാൻ റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെയോ മെച്ചപ്പെട്ട വിളവ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇംപ്രൂവ്ഡ് ഈൽഡ് ഉണ്ടാക്കാനും ഈ സിന്തറ്റിക് ഹോർമോൺസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ. A description related to gene editing technology is given below. Analyze it and answer the question. Sequence of nitrogen base in DNA is edited so as to make changes in characters of an organism. Though that unwanted characters can be removed or new characters can be added. അപ്പം ഒരു ജീവിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ DNA നൈട്രജൻ ബേസുകളുടെ ക്രമീകരണം എഡിറ്റ് ചെയ്യുന്നു. അതിലൂടെ ആവശ്യമില്ലാത്ത ഗുണം നീക്കാനോ പുതിയ ഗുണം ചേർക്കാനോ ആകുന്നു. ഈ ഒരു പ്രോസസ്സിനെ എന്താ പറയുന്നത്? ആൻഡ് റൈറ്റ് ദ റോൾ ഓഫ് ഗൈഡ് RNA ആൻഡ് Cas9 ഇൻ ദിസ് ടെക്നോളജി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്പർ ടെക്നോളജി എന്നല്ലേ, ജീൻ എഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഈ ഗൈഡ് RNA എന്ന് പറയുന്നത് പ്രിസൈസ്ലി ഐഡന്റിഫൈഡ് DNA സെഗ്മെന്റ് ദാറ്റ് നീഡ്സ് ടു ബി കട്ട്. ഏതാണോ നമുക്ക് കൃത്യമായി മുറിക്കേണ്ട RNA അതിന്റെ ഭാഗം കണ്ടെത്താനാണ് ഗൈഡ് RNA സഹായിക്കുന്നത്. Cas9 എന്തിനു സഹായിക്കുന്നു? കട്ട് DNA സെഗ്മെന്റ് ഐഡന്റിഫൈ ദ ഗൈഡ് DNA. ഈ ഗൈഡ് DNA കണ്ടെത്തിയ ഭാഗത്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? മുറിക്കാൻ, അതിനെ പെട്ടെന്നായിട്ട് എന്ത് ചെയ്യുന്നു? എൻസൈം മുറിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു Cas9 എൻസൈം വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ രണ്ടിനും ഫങ്ഷൻസ് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കാം. ഒബ്സർവ് പാത്വേ ഓഫ് ഹിയറിംഗ്. പിന്ന, ടിംപാനം, ഓസിക്കിൾസ്, ഓവൽ വിൻഡോ, കോക്ലിയ, ഓഡിറ്ററി നെർവ്. ഫ്ലോ ചാർട്ട് മിസ്സിംഗ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്യാനാണ്. പിന്നെ ഓഡിറ്ററി കനാൽ കഴിഞ്ഞാണ് ടിംപാനം. ടിംപാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിയർ, ഓസിക്കിൾസ് കഴിഞ്ഞ് ഓവൽ വിൻഡോ, കോക്ലിയ, ഓർഗൻ ഓഫ് കോർട്ടി, ഓഡിറ്ററി നെർവ് അല്ലെ. ഓഡിറ്ററി കനാൽ, ഓസിക്കിൾസ്, കോക്ലിയ, ഓഡിറ്ററി നെർവ്. പിന്നെ ബി എന്താണ്? എക്സ്പ്ലെയിൻ ഹൗ വൈബ്രേഷൻ ജനറേറ്റ് നെർവ് ഇമ്പൾസ് ഇൻ കോക്ലിയ. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. എങ്ങനെയാണ് കോക്ലിയയിൽ വൈബ്രേഷൻ നാഡീ പ്രേരണകൾ ഉണ്ടാക്കുന്നത് എന്നാണ്. ഇവിടെ നമുക്കറിയാം ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യുന്നു. പെരിലിംഫ്, എൻഡോലിംഫ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഓർഗൻ ഓഫ് കോർട്ടിയിലുള്ള രോമകോശങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നു. അതുവഴി അവിടെ എന്ത് ചെയ്യുന്നു? ഇമ്പൾസ് ആവേഗം ഉണ്ടാകുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്ററി നെർവ് വഴി നമ്മുടെ ബ്രെയിനിൽ പോയിട്ട് നമുക്ക് കേൾവി സാധ്യമാകുന്നത്. ഇനി യൂസ്റ്റേഷ്യൻ നാളിയുടെ പ്രത്യേകത എന്താ? ബാലൻസ് ചെയ്യുന്നു, പ്രഷർ ബാലൻസ് ചെയ്യുക, മധ്യകർണത്തിലെ മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഡിസീസാണ്. Illustration show disease cause excessive bleeding even from small wound. Observe it and answer the questions given below. Name the disease. What is the cause of disease? Suggest any one method of treatment for the disease. ഒരു എക്സാമ്പിൾ തരാനാണ്. ഈ ചിത്രം നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഹീമോഫീലിയ ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ എന്താണ് പ്രശ്നം വരുന്നത്? ജീൻ തെറാപ്പി, പ്രോട്ടീൻ തെറാപ്പി വെച്ച് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? റെക്ടിഫൈ ചെയ്യാം. ഒരു ജീനിന്റെ ഡിഫക്റ്റ് മൂലം എന്ത് ചെയ്യാണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റാതാവാണ്. അപ്പൊ ക്ലോട്ടിംഗ് പ്രോട്ടീൻ ആണ് ഡിഫക്റ്റ്. അതുണ്ടാക്കുന്ന ജീൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കാത്തത്. സോ അനിയന്ത്രിതമായിട്ട് എന്ത് ചെയ്യും? ചെറിയ മുറിവിൽ നിന്ന് പോലും അനിയന്ത്രിതമായ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. എക്സസീവ് ബ്ലഡ് ഫ്രം ഈവൻ സ്മോൾ വുണ്ട്. അതാണ് ഇതിന്റെ ഒരു സിംറ്റം ആയിട്ട് പറയുന്നത്. മറ്റൊരു ഹെറിഡിറ്ററി ഡിസീസിന്റെ എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ നമുക്ക് പറയാവുന്നതാണ്. സോ ഇതാണ് അവിടെ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളതാണ് ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ. നമ്മൾ ഇതിന് മുന്നേ ഓണത്തിനൊക്കെ എക്സാമിന് പഠിച്ചതാണ്. ഹൗ ഇസ് ദ മോളിക്യൂൾ എ ഫോംഡ് ഇൻ ദിസ് പ്രോസസ്? ചോദ്യം കണ്ട ഡിഫറെൻ്റ് ആണ്. എ എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് tRNA rRNA ഇൻ ദ ഫോർമേഷൻ ഓഫ് മോളിക്യൂൾ ബി എന്നും പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ആരാണ്? mRNA ആണ്. mRNA എങ്ങനെ ഉണ്ടാകുന്ന? DNA-യിൽ നിന്നും. ഫോംഡ് ഫ്രം സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് ജീൻ ഇൻ DNA വിത്ത് ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈം. അപ്പോൾ എൻസൈമുകളുടെ ഉപയോഗത്താൽ DNA-യിൽ നിന്നുമാണ് mRNA ഉണ്ടാകുന്നത്. ആൻഡ് tRNA rRNA tRNA ആണ് അമിനോ ആസിഡുകളെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. rRNA വെച്ചിട്ടാണ് റൈബോസോമിൽ എന്ത് ചെയ്യുന്നത്? അമിനോ ആസിഡിനെ കമ്പൈൻ ചെയ്ത് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഇവർ രണ്ടുപേരുടെയും ഫങ്ഷൻസ് പഠിച്ചു വെക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സുപരിചിതമായിട്ടുള്ള ചിത്രങ്ങളാണ്. ക്രേനിയൽ കപ്പാസിറ്റി 350 cm³ ആൻഡ് ക്രേനിയൽ കപ്പാസിറ്റി 1350 cm³ ആണ് തന്നിട്ടുള്ളത്. പരിണാമ പ്രക്രിയയിൽ സംഭവിച്ച ഈ മാറ്റം ആധുനിക മനുഷ്യന്റെ നിലനിൽപ്പിനെ എങ്ങനെ സ്വാധീനിച്ചു? അപ്പൊ ഈ രണ്ടും ക്രേനിയൽ കപ്പാസിറ്റിന്റെ ബേസിസിൽ വേണം നിങ്ങൾ പറയാനായിട്ട്. അപ്പൊ നോക്കാം. ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ബ്രെയിൻ ഗേവ് കോംപ്ലക്സ് സോഷ്യൽ ബിഹേവിയർ ടു മേക്ക് ടൂൾസ് ടു യൂസ് ലാംഗ്വേജ് ആൻഡ് ടു പെർഫോം ഹൈ ലെവൽ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഉയർന്ന മസ്തിഷ്കം, വലുപ്പവും സങ്കീർണമായിട്ടുള്ള സാമൂഹ്യ സ്വഭാവങ്ങളും ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവും അതുപോലെ ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവും ഉയർന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവും മനുഷ്യന് നൽകുക. അപ്പോൾ അതിനനുസരിച്ചാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻ ക്രേനിയൽ കപ്പാസിറ്റി ഓൾസോ ഹെൽപ് മാൻ ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റ്, ഡെവലപ്പ് കൾച്ചർ ആൻഡ് ടു അഡ്വാൻസ് ടെക്നോളജി. അപ്പം നമ്മുടെ ക്രേനിയൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇന്ററാക്ഷൻ വന്നത്, കമ്മ്യൂണിക്കേഷൻ വന്നത്. അതിനനുസരിച്ച് നമ്മുടെ ഡെവലപ്മെന്റിന് അത് സഹായിച്ചു. ആൻഡ് ടെക്നോളജി അല്ലേ, നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. എക്സാമിൻ ദ ഇൻഡിക്കേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ദ റോൾ ഇൻ റെഗുലേറ്റിംഗ് വാട്ടർ ബാലൻസ് ഇൻ ബോഡി. വാസോപ്രസിൻ, ഹൈപ്പോതലാമസ്. സൂചകങ്ങൾ പരിശോധിച്ച് വേനൽക്കാലത്തും ശൈത്യകാലത്തും ശരീരത്തിലെ ജലാംശം ക്രമീകരിക്കൽ വഹിക്കുന്ന പങ്ക് വിശദമാക്കാനാണ് രണ്ട് ഹോർമോൺസിന്റെ വാസോപ്രസിൻ, ഹൈപ്പോതലാമസ്. വാസോപ്രസിൻ നമുക്കറിയാം എക്സസീവ് ഹീറ്റ് സ്വെറ്റിംഗ് ഡ്യൂറിങ് സമ്മർ ആണ്. അത് ഡീഹൈഡ്രേഷന് കാരണമാകും. അതെന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ കൂട്ടും. അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ്, വേർക്കുന്ന വഴി കുറേ വെള്ളം പോകുന്നുണ്ട് ബോഡിയിൽ നിന്ന്. അപ്പോൾ ഇറ്റ് സ്പീഡ് അപ്പ് ദ റീഅബ്സോർപ്ഷൻ ഇൻ ദ കിഡ്നി. ആസ് എ റിസൾട്ട് പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ ഡിക്രീസ്, ഡീഹൈഡ്രേഷൻ പ്രിവെന്റഡ്. ഡ്യൂറിങ് വിന്റർ ഡീഹൈഡ്രേഷൻ ത്രൂ സ്വെറ്റിംഗ് ഇസ് റെഡ്യൂസ്ഡ്. അല്ലെ, തണുപ്പ് കാലത്ത് വേർപ്പൊക്കെ കുറയും. അപ്പോൾ വാസോപ്രസിൻ എന്ത് ചെയ്യും? അവിടെ സ്വെറ്റിംഗ് റെഡ്യൂസ് ആവുന്നത് കൊണ്ട് തന്നെ റീഅബ്സോർപ്ഷൻ എന്ത് ചെയ്യും? കുറയ്ക്കും. വാട്ടർ ഫ്രം ദ കിഡ്നി ഓൾസോ ഡിക്രീസസ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ ഹോർമോൺ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Growth in technology plays an essential role in survival and conservation of nature and its living beings. Right to example justify the statement. സാങ്കേതിക വിദ്യയിലെ വളർച്ച പ്രകൃതിയും അതിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും അനിവാര്യമായി പങ്കുവയ്ക്കുന്നു. ഈ പ്രസ്ഥാനം സാധൂകരിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ എഴുതാനാണ്. അതിന് എക്സാമ്പിൾ നമ്മൾ 6th ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസേഴ്സ്, അതുപോലെ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡാറ്റ സെൻസർ, ക്രയോ പ്രിസർവേഷൻ, ബയോ റെമഡീഷൻ ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. Yes. Based on Darwin's theory of evolution, explain the following statement. Variation in the beaks of finches in Galapagos Island resulted in their survival. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനം വിശദമാക്കുക. ഗാലപ്പഗോസ് ദ്വീപസമൂഹത്തിലെ കുരുവികളുടെ കൊക്കിന്റെ വൈവിധ്യം അവയുടെ അതിജീവനത്തിന് കാരണമായി. എങ്ങനെയാ? ബീക്സ് ഓഫ് മീഡിയം സൈസ്ഡ് സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് അല്ലെ, അവരെന്താണ് ലാർജ് സീഡ് ഈറ്റിംഗിൽ നിന്നും ഡിഫറെന്റ് ആയി. സോ ദ ബീക്സ് ആർ ദെയർ മെയിൻ മീൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. ബേർഡ് വിത്ത് ബീക്സ് ഓഫ് suitable shape or size depending on availability of food resources in the environment will survive and produce more offspring. അപ്പം ഇടത്തരം വലിപ്പമുള്ള വിത്തുകൾ കഴിക്കുന്ന കുരുവികളുടെ കൊക്കുകൾ വലിയ വിത്തുകൾ കഴിക്കുന്ന കുരുവികളിൽ നിന്നും പ്രാണികൾ തിന്നുന്ന കുരുവികളിൽ നിന്നും വ്യത്യസ്തമാണ്. കൊക്കുകൾ അവയുടെ ഭക്ഷണ സമ്പാദനത്തിനുള്ള പ്രധാന ഉപാധിയാണ്. അപ്പോൾ ഈ പരിസ്ഥിതിയിലെ ഭക്ഷ്യ സ്രോതസ്സുകളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ആകൃതിയോ വലിപ്പമോ ഉള്ള കൊക്കുകളെ കുരുവികൾ എന്ത് ചെയ്യും? അതിജീവിക്കാനും കൂടുതൽ തലമുറകൾ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കും. അപ്പം ഈ ഒരു വലിപ്പത്തിനനുസരിച്ച് അഡാപ്റ്റേഷൻ ആണ്. അതിനനുസരിച്ചാണ് സ്പീഷീസിൽ ഡിഫറൻസസ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കണം. അവർ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് അവർ കഴിക്കുന്ന അവരുടെ ഫീഡിങ് രീതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? അവൈലബിലിറ്റി ഓഫ് ഫുഡിനനുസരിച്ച് റിസോഴ്സിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും? അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി അവരുടെ ചേഞ്ചസ് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത്രയുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 40 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. ആൻഡ് കൂടുതൽ ഇതല്ല, ഇതിനപ്പുറം ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനും വെയിറ്റേജ് അനുസരിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ചോദ്യം പോലും ഒഴിവാക്കാതെ തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ലൈവിലേക്ക് വരിക, ബാക്കി നമ്മൾ സെറ്റ് ആക്കും. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്.